ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്ന രാസലഹരി നിർമ്മിക്കുന്ന ഹരിയാനയിലെ കേന്ദ്രങ്ങൾ കേരള പോലീസ് കണ്ടെത്തി. ഡൽഹി ഹരിയാന പോലീസിനൊപ്പം കോഴിക്കോട് ടൗൺ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഹരിയാന ഗുർഗാവിലുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ രാസലഹരി ഉൽപ്പാദിപ്പിക്കുന്ന കിച്ചണുകൾ കണ്ടെത്തിയത്. പിടിയിലായ 3 ആഫ്രിക്കൻ സ്വദേശികളെ കോഴിക്കോട്ടെത്തിച്ചു. ഡാർക്ക് വെബ് വഴിയാണ് പ്രതികൾ ലഹരി വിൽപ്പന നടത്തിയത്. ടി നന്ദഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. നന്ദു, എങ്ങനെയാണ് ഈ ചങ്ങല കണ്ടെത്തിയത്? അതായത് 2025 കേസിലേക്ക് നയിച്ച വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു വലിയ MDMA വേട്ട കോഴിക്കോട് നടന്നിട്ടുണ്ടായിരുന്നു. മലപ്പുറം സ്വദേശിയെയാണ് അന്ന് പിടികൂടിയത്. അപ്പോൾ ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ പരിശോധിച്ചപ്പോൾ നൈജീരിയൻ സ്വദേശികൾക്കാണ് നിരന്തരം ഇയാൾ പണം അയച്ചത് എന്നുള്ളത് കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ ഇതുൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഹരിയാനയിലെ ഗുരുഗ്രാമിലേക്ക് ഈ അന്വേഷണം ഇപ്പോൾ എത്തിയത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഇവർ ഡൽഹി പോലീസിനൊപ്പം തന്നെ ഹരിയാന പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് കോഴിക്കോട് ടൗൺ പോലീസ് ഈ ഒരു അന്വേഷണം നടത്തിയത്. അതിൽ ഈ രാസലഹരി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയൊരു ലീഡാണ് ഈ ലഹരി ഉപയോഗത്തിനെതിരെ അല്ലെങ്കിൽ ലഹരി വർധനവിനെതിരെ ഉണ്ടായിരിക്കുന്നത്. രാസലഹരി ഉണ്ടാക്കുന്ന കിച്ചനുകൾ അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന കിച്ചനുകൾ എന്ന് പറയുന്ന സ്ഥലമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും 3 ആഫ്രിക്കൻ സ്വദേശികളെ കൂടെ പിടികൂടിയിട്ടുണ്ട്. ഇവരെ ഇപ്പോൾ കോഴിക്കോടേക്ക് ടൗൺ പോലീസ് എത്തിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബീച്ച് ആശുപത്രിയിൽ അല്പം മുൻപ് ഇവരുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ നിലവിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവരെ കോടതിയിൽ എത്തിച്ച നടപടികൾ പൂർത്തിയാക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ ലീഡ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ പലരെയും, അതായത് ഡീലർമാരെ ഉൾപ്പെടെയാണ് പോലീസ് പിടികൂടിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ലഹരി വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്ന ആളുകളെ ഉൾപ്പെടെയാണ് ഇവിടെ പിടികൂടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആദ്യമായാണ് ഇപ്പോൾ ലഹരി ഉറവിടം അല്ലെങ്കിൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രത്തിൽ നിന്നും ആളുകളെ കണ്ടെത്തിയത്. ഇനി ഇത് കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിൽ കൂടുതൽ വലിയ വാർത്തകൾ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. നിലവിൽ ഇവരെ കോടതിയിൽ ഹാജരാക്കി നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുക.